നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂർ ഭീതിയിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന പാകിസ്ഥാൻ ഇപ്പോൾ ആകെ മൊത്തം ലോകത്തിന്റെ മുന്നിൽ ഒരു വലിയ കോമഡി പീസായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയുടെ പേര് കേട്ടാൽ തന്നെ മുട്ടിടിക്കുന്ന അവസ്ഥയിലുള്ള ഇവർ ഇന്ത്യയെ പേടിച്ചിട്ട് അതിർത്തിയിൽ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് അവർക്ക് തന്നെ ഒരു പിടിയുമില്ലാത്ത പരിതാപകരമായ അവസ്ഥയിലാണ്. ഒളിച്ചിരിക്കാൻ വേറെ നല്ല ഇടമൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ അതിർത്തിയിൽ നടത്തുന്ന ഈ വിവരക്കേടുകൾ കണ്ടാൽ ഏത് കൊച്ചുകുട്ടികൾക്കും ചിരി വന്നു പോകും. അതിനിടയിൽ പാകിസ്ഥാന്റെ പോരാളിയും വീരശൂര പരാക്രമിയുമായ മഹാമാന്യൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ കട്ടപ്പയെ പോലെ നിഷ്കരുണം ചതിച്ചിരിക്കുകയാണ് ഫീൽഡ് മാർഷൽ അസീം മുനീർ. ഇവർ തമ്മിൽ ഇങ്ങനെയൊരു പണിയുടെ ബന്ധമുണ്ടെന്ന് നമ്മൾ അറിയാൻ അല്പം വൈകിയോ എന്നൊരു സംശയം തോന്നിപ്പോയാൽ പോലും ആരും നമ്മളെ കുറ്റം പറയില്ല. എന്നാൽ നേരത്തെ അറിഞ്ഞാലും ഇല്ലെങ്കിലും ഇവരുടെ ഈ 1001 ഫലിത കഥകളിൽ ഒന്ന് തന്നെയാണിത്. ഇത്രയും തരം താണ മറ്റൊരു രാജ്യം ഈ ലോക ഭൂപടത്തിൽ വേറെയുണ്ടാവില്ല എന്ന് 101% ഉറപ്പാണ്. കഴിഞ്ഞ വർഷം, അതായത് 2025 മെയ് മാസത്തിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന്റെ ഉറക്കം പൂർണ്ണമായും കെടുത്തിയിരുന്നു. ആ ചരിത്രപരമായ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനിലെ സൈനിക നവീകരണ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ ത്വരിതപ്പെടുത്തിയിരിക്കുകയാണ്. അന്ന് ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ ഇന്ത്യൻ സായുധ സേന മിന്നൽ വേഗത്തിൽ പാകിസ്ഥാനിൽ പ്രവേശിച്ച് അവരുടെ പ്രധാനപ്പെട്ട തീവ്രവാദ ഒളിത്താവളങ്ങൾ കൃത്യമായി ലക്ഷ്യമിട്ട് തകർത്തിരുന്നു. അതിന്റെ ആഘാതത്തിൽ നിന്ന് ഇന്നും കരകയറാൻ കഴിയാത്ത പാകിസ്ഥാൻ ഇപ്പോൾ തങ്ങളുടെ ഭയം മറച്ചുവെക്കാൻ നടത്തുന്ന ഓരോ പ്രകോപനപരമായ നീക്കങ്ങളും വലിയ തമാശയായിട്ടാണ് മാറുന്നത്. ഇത്രയും വലിയൊരു തിരിച്ചടി നേരിട്ടിട്ടും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ പാകിസ്ഥാൻ വീണ്ടും അസംബന്ധങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകാൻ കഴിയാത്ത ഈ ഭരണകൂടം അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യക്കെതിരെ വ്യാജ പ്രചാരണങ്ങൾ അഴിച്ചുവിട്ട് സ്വന്തം കഴിവുകേടുകൾ മൂടിവെക്കാനുള്ള വ്യഗ്രതയിലാണ്. രാജ്യം സാമ്പത്തികമായി പാപ്പരായി ജനങ്ങൾ പട്ടിണി കൊണ്ട് വലയുമ്പോഴും പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിച്ചും അതിർത്തിയിൽ ആയുധങ്ങൾ കൂട്ടിയിട്ടും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് അവർ നിരന്തരം ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്ത്യയുമായുള്ള അതിർത്തിയിൽ ധാരാളം ചൈനീസ് നിർമ്മിത ഹോവിറ്റ്സറുകൾ അവർ വിന്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാൻ ഏകദേശം 250 SH-15 ട്രക്ക് ഘടിപ്പിച്ച സെൽഫ് പ്രൊപ്പൽഡ് ഹോവിറ്റ്സറുകളാണ് അതിർത്തിയിൽ കൊണ്ടുവന്ന് തള്ളിയിരിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ സൈനിക സാന്നിധ്യം വർദ്ധിച്ചു വരുന്നുവെന്ന് വരുത്തി തീർക്കാനുള്ള അവരുടെ വെറും പാഴ്ശ്രമമാണിത്. ഈ പീരങ്കി യൂണിറ്റുകൾ വിന്യസിക്കുന്നത് വഴി ഇന്ത്യൻ സേനയെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് ഇവരുടെയൊക്കെ വ്യാമോഹം. എന്നാൽ ആധുനിക യുദ്ധമുറകളിലും സാങ്കേതിക വിദ്യയിലും ഇന്ത്യൻ സൈന്യം എത്രയോ മൈലുകൾ മുന്നിലാണെന്ന സത്യം മനസ്സിലാക്കാൻ ഇവർ ഇനിയും തയ്യാറായിട്ടില്ല. ഈ പീരങ്കികൾ കൊണ്ടുവന്ന് തള്ളിയത് കൊണ്ട് മാത്രം പാകിസ്ഥാന്റെ സൈനിക ബലം വർദ്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല, മറിച്ച് അവരുടെ പരിഹാസ്യമായ അവസ്ഥ കൂടുതൽ വ്യക്തമാവുകയാണ് ചെയ്യുന്നത്. സാമ്പത്തിക മാന്ദ്യത്തിന്റെ കയത്തിൽ കിടന്ന് പിടയുമ്പോഴും ഇത്തരത്തിലുള്ള ആയുധങ്ങൾ കോടിക്കണക്കിന് രൂപ ദൂർത്തടിക്കുന്നത് അവിടുത്തെ ജനങ്ങളോടുള്ള വലിയൊരു വഞ്ചന കൂടിയാണ്. ഇന്ത്യയുടെ ആ ശക്തമായ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കഴിഞ്ഞ 1 വർഷത്തിലേറെയായി അതിർത്തിയിൽ പീരങ്കികൾ കൂട്ടിയിട്ട് ശക്തിപ്പെടുത്താൻ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നടപടികളിൽ ഒന്നാണിത്. ഇന്ത്യയുമായുള്ള കിഴക്കൻ അതിർത്തിയിൽ പാകിസ്ഥാൻ സൈന്യം വടക്ക് മുതൽ തെക്ക് വരെ ഇത്തരം പീരങ്കി സംവിധാനങ്ങൾ വളരെ ആശങ്കയോടെയാണ് വിന്യസിക്കുന്നത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തങ്ങളുടെ തകർന്ന തരിപ്പണമായ സൈന്യത്തെ എങ്ങനെയെങ്കിലും ആധുനികവൽക്കരിക്കാനുള്ള വെപ്രാളത്തിനിടയിലാണ് ഇത്തരം വിഡ്ഢിത്തങ്ങൾ. ഈ അതിർത്തി മേഖലകളിൽ സൈനിക വിന്യാസം ശക്തമാക്കുമ്പോൾ തന്നെ തങ്ങളുടെ തന്നെ സൈനിക ക്യാമ്പുകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്ത ദയനീയ അവസ്ഥയിലാണ് ഇവർ ഇപ്പോൾ ഉള്ളത്. അതിർത്തിയിലെ ഓരോ ചലനവും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഇന്ത്യൻ സായുധ സേനയുടെ കൺമുന്നിൽ ഈ വിന്യാസങ്ങൾക്കൊന്നും യാതൊരു വിലയുമില്ലെന്ന് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് പോലും അറിയാം. എങ്കിലും മേലധികാരികളുടെ പ്രീതി പിടിച്ചുപറ്റാൻ വേണ്ടി മാത്രം കീഴുദ്യോഗസ്ഥർ നടത്തുന്ന ഇത്തരം നാടകങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തെ കൂടുതൽ പതർച്ചയിലേക്ക് നയിക്കുകയാണ്. ചൈനീസ് സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രതിരോധ കമ്പനിയായ നോറിൻകോയാണ് ഈ SH-15 ഹോവിറ്റ്സറുകൾ നിർമ്മിക്കുന്നത്. കയറ്റുമതിക്കായി മാത്രം ചൈന രൂപകൽപ്പന ചെയ്ത PCL-181 ചക്രങ്ങളുള്ള സെൽഫ് പ്രൊപ്പൽഡ് ഹോവിറ്റ്സറിന്റെ ഒരു പുതിയ പതിപ്പാണിത്. ഈ സിസ്റ്റം 6x6 കവചിത ട്രക്ക് ചേസിസിൽ ഘടിപ്പിച്ചിരിക്കുന്നതിനാൽ വേഗത്തിലുള്ള വിന്യാസത്തിനും എളുപ്പത്തിലുള്ള ഗതാഗതത്തിനും അനുയോജ്യമാണ് എന്നാണ് അവകാശവാദമെങ്കിലും ഇന്ത്യൻ സേനയുടെ മുന്നിൽ ഇതൊക്കെ വെറും പൂജ്യമാണെന്ന് പാകിസ്ഥാനികൾക്ക് നന്നായി അറിയാം.
ചൈന നൽകുന്ന ഇത്തരം ആയുധങ്ങൾ വെച്ച് ഇന്ത്യയോട് പിടിച്ചു നിൽക്കാമെന്ന് കരുതുന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന വേറെ ലെവൽ മണ്ടത്തരങ്ങളിൽ ഒന്നാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ കാലങ്ങളിലെ എല്ലാ യുദ്ധങ്ങളിലും ഇന്ത്യയുടെ മുന്നിൽ ദയനീയമായി പരാജയപ്പെട്ട ചരിത്രമുള്ള പാകിസ്ഥാൻ സൈന്യം ഇപ്പോഴും ഇത്തരം പഴയ തന്ത്രങ്ങൾ തന്നെ പരീക്ഷിച്ച് പ്രഹസനം കാണിക്കുകയാണ്. ചൈനയുടെ കടക്കണിയിൽപ്പെട്ട് നശിക്കുന്ന പാകിസ്ഥാൻ തങ്ങളുടെ പ്രതിരോധ മേഖല പൂർണ്ണമായും ചൈനീസ് ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുന്ന അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. മറുവശത്ത് രാജ്യത്തിന്റെ അതിർത്തിയിൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നടക്കുന്നത് അതിലും വലിയ സിനിമാ കഥകളാണ്. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് പിന്നിൽ നിന്ന് കുത്തിയ കട്ടപ്പയെ പോലെ അധികാരം പിടിച്ചെടുക്കാൻ ഒരുങ്ങുകയാണ് കരസേനാ മേധാവി അസീം മുനീർ. ഷഹബാസ് ഷെരീഫിനെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് എപ്പോൾ വേണമെങ്കിലും പുറത്താക്കാമെന്ന നിലയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇതിനായി ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ കർശന ഉത്തരവനുസരിച്ച് രാജ്യത്തിന്റെ ഭരണഘടനയിൽ 28-29 ഭേദഗതികൾ വരുത്താനുള്ള രഹസ്യ ഒരുക്കങ്ങൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. ഷഹബാസ് ഷെരീഫിനെ ഒഴിവാക്കാനുള്ള ഈ പദ്ധതി ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ആരംഭിച്ചിരുന്നെങ്കിലും അടുത്തിടെ ഒരു പരിപാടിയിൽ രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രിയായ മൊഹസിൻ നഖ്വി പരസ്യമായി തങ്ങളുടെ ഭരണ സംവിധാനം ആകെ തകർന്നു എന്ന് തുറന്നു പറഞ്ഞതോടെയാണ് കാര്യങ്ങൾ ആകെ കയ്യിൽ നിന്ന് പോയത്. സ്വന്തം മന്ത്രിസഭയിലെ അംഗങ്ങൾ പോലും സർക്കാരിന്റെ പരാജയം പരസ്യമായി സമ്മതിക്കുന്ന ഈ സാഹചര്യം പാകിസ്ഥാൻ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിലൊന്നാണ്. അതായത് നിയമവും ക്രമസമാധാനവും കൈകളിൽ വെച്ചിരിക്കുന്ന രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി തന്നെ ഭരണ സംവിധാനം പാടെ തകർന്നു എന്ന് പരസ്യമായി സമ്മതിക്കുമ്പോൾ പാകിസ്ഥാന്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. രാജ്യത്ത് എവിടെയും നീതി നടപ്പിലാക്കാൻ കഴിയുന്നില്ലെന്നും ജനങ്ങളുടെ ജീവന് യാതൊരു സുരക്ഷയുമില്ലെന്നും വ്യക്തമാക്കുന്നതാണ് ഈ വെളിപ്പെടുത്തലുകൾ. ഈ ഭരണപരാജയം കാരണം അന്താരാഷ്ട്ര തലത്തിൽ രാജ്യം കടുത്ത ഒറ്റപ്പെടലിലാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വായ്പകൾ വാങ്ങി രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഷഹബാസ് ഷെരീഫ് സർക്കാരിന് മേൽ സൈന്യത്തിന്റെ സമ്മർദ്ദം ദിവസേന വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക നയങ്ങളിൽ പോലും സൈന്യം ഇടപെടാൻ തുടങ്ങിയതോടെ മന്ത്രിസഭ നോക്കുകുത്തിയായി മാറി. ജനക്ഷേമ പദ്ധതികളെല്ലാം വെട്ടിക്കുറച്ച് സൈന്യത്തിന്റെ ആയുധ വാങ്ങലുകൾക്ക് മാത്രം മുൻഗണന നൽകുന്ന നിലപാടാണ് സർക്കാരിനെതിരെ ജനങ്ങളിൽ വലിയ തോതിലുള്ള അമർഷമുണ്ടാക്കിയത്. ഈ നാടകീയ സംഭവങ്ങൾക്ക് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ സൈന്യം ഒരു പ്രത്യേക പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു. ആ സമ്മേളനത്തിൽ സൈനിക മാധ്യമ വിഭാഗം മേധാവിയായ DGISPR ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൗധരിയോട് മൊഹ്സിൻ നഖ്വിയുടെ ആ ഞെട്ടിക്കുന്ന പ്രസ്താവനയെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയുണ്ടായി. അതിന് അദ്ദേഹം നൽകിയ മറുപടി പാകിസ്ഥാന്റെ ദേശീയ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും നല്ല ഭരണം അത്യാവശ്യമാണ് എന്നായിരുന്നു. ഈ രണ്ട് പ്രസ്താവനകളും പാകിസ്ഥാൻ രാഷ്ട്രീയ കളത്തിൽ വലിയ തീയാണ് പടർത്തിയിരിക്കുന്നത്. ഷഹബാസ് ഷെരീഫിന്റെ സർക്കാരിന്റെ പതനം ഇനി ദിവസങ്ങൾ മാത്രം അകലെയാണ്. സൈന്യത്തിന്റെ ഈ പരസ്യമായ ഇടപെടൽ ഭരണഘടനയെയും ജനാധിപത്യ മൂല്യങ്ങളെയും കാറ്റിൽ പറത്തുന്നതാണ്. പ്രധാനമന്ത്രിയെ നോക്കുകുത്തിയാക്കി രാജ്യത്തിന്റെ സകല അധികാരങ്ങളും തങ്ങളുടെ വരുതിയിലാക്കാൻ സൈനിക മേധാവി നടത്തുന്ന നീക്കങ്ങൾ പാകിസ്ഥാനെ ഒരു വലിയ ആഭ്യന്തര പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഭരണഘടനയുടെ 28ഉം 29ഉം ഭേദഗതികൾ അടിയന്തരമായി തയ്യാറാക്കുന്നതിന്റെ യഥാർത്ഥ ലക്ഷ്യം വേറെയാണ്. വാസ്തവത്തിൽ പാകിസ്ഥാനിലെ പല പ്രവിശ്യകളിലും സൈന്യത്തിനെതിരെ ശക്തമായ സായുധ കലാപം ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. ബലൂചിസ്ഥാന്റെ പകുതിയിലധികം ഭാഗങ്ങളുടെയും നിയന്ത്രണം പാക് സൈന്യത്തിന് ഇതിനകം തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. കൂടാതെ ഖൈബർ പഖ്തൂൺഖ്വയിൽ ഭീകരമായ ആക്രമണങ്ങളാണ് നടക്കുന്നത്. ഈ വലിയ പ്രതിസന്ധികളെ നേരിടാനാണ് ഭരണഘടനയുടെ ഈ പ്രത്യേക ഭേദഗതികൾ നടപ്പിലാക്കാൻ പാകിസ്ഥാൻ സൈന്യം പദ്ധതിയിടുന്നത്. വലിയ കാര്യമൊന്നുമില്ല. രാജ്യത്തിന്റെ ഭരണഘടനയിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും തിരഞ്ഞെടുപ്പ് നിയമങ്ങളിലുമൊക്കെ വലിയ അഴിച്ചുപണികൾ നടത്തി രാജ്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണം സൈനിക മേധാവി അസീം മുനീറിന്റെ കയ്യിലാക്കുക എന്നതാണ് ഇതിന്റെയൊക്കെ ഒരേയൊരു ലക്ഷ്യം. അതെ, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. ജനങ്ങളുടെ മൗലിക അവകാശങ്ങൾ പോലും ഹനിച്ചുകൊണ്ട് സൈന്യത്തിന് അനിയന്ത്രിതമായ അധികാരങ്ങൾ നൽകുന്ന ഈ ഭേദഗതികൾ പാകിസ്ഥാനെ പൂർണ്ണമായും ഒരു ഏകാധിപത്യ രാജ്യമാക്കി മാറ്റുമെന്നതിൽ സംശയമില്ല.
ഇതിന്റെ ഭാഗമായി അസീം മുനീർ തന്നെ പൂർണ്ണ അധികാരങ്ങളോടെ രാജ്യത്തിന്റെ അടുത്ത പ്രസിഡന്റാകുമെന്നും അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ മുഹ്സിൻ നഖ്വി പുതിയ പ്രധാനമന്ത്രിയാകുമെന്നും പാകിസ്ഥാനിൽ അഭ്യൂഹങ്ങൾ ശക്തമായി കഴിഞ്ഞു. മുതിർന്ന പാകിസ്ഥാൻ പത്രപ്രവർത്തകയായ ഐഷ സിദ്ദാക്ക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ ഇക്കാര്യം വ്യക്തമായി പുറത്തുവിട്ടിട്ടുണ്ട്. ജുഡീഷ്യറിയിലും സൈനിക കമാൻഡ് ഘടനകളിലും വലിയ മാറ്റങ്ങൾ വരുത്തിയ മുൻകാല ഭേദഗതികൾക്ക് ശേഷം ഈ പുതിയ അധികാര വടംവലി പാകിസ്ഥാൻ രാജ്യത്തെ വലിയ തകർച്ചയിലേക്ക് നയിക്കും. അപ്പോൾ ഈ അടിതെറ്റി വീണ കുഴിയാനയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു രാഷ്ട്രീയ വിശകലനവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.